ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 2312. ഇന്ന് ഏപ്രിൽ മാസം 30-ാം തീയതി. ഈ ആണ്ടിലെ 120-ാമത്തെ ദിവസത്തിലെത്തി. അതെ, ഈ വർഷത്തെ 4-ാമത്തെ മാസം ഇന്ന് തീരുകയാണ്. യേശുവിന്റെ മൗനത്തെക്കുറിച്ചായിരുന്നു കഴിഞ്ഞ പുലരിയിൽ നമ്മൾ ധ്യാനിച്ചത്. അതും വിസ്താരവേളയിൽ ന്യായാധിപനെ പോലും ആശ്ചര്യപ്പെടുത്തുന്ന വിധത്തിൽ മൗനം പാലിച്ച ക്രിസ്തുയേശു. ഇങ്ങനെയായിരുന്നു ജീവിതം മുഴുവൻ യേശു? അല്ലായിരുന്നു. ഏത് കുഴയ്ക്കുന്ന ചോദ്യങ്ങൾക്കും നമ്മുടെ നാട്ടുഭാഷയിൽ പറഞ്ഞാൽ ഉരുളയ്ക്ക് ഉപ്പേരി പോലെ മറുപടി നൽകിയ ആളാണ് യേശു. സ്നാപകയോഹന്നാന്റെ സ്നാനം സ്വർഗത്തിൽ നിന്നാണോ ഭൂമിയിൽ നിന്നാണോ? ആ ചോദ്യത്തിന് ഉത്തരം കൊടുത്തില്ലേ? എന്തധികാരത്താലാണ് നീ ഇത് ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചപ്പോൾ അവരെ ഉത്തരം മുട്ടിക്കുന്നുണ്ട്. കൈസറിനുള്ളത് കൈസറിനും ദൈവത്തിനുള്ള ദൈവത്തിനും കൊടുക്കുക എന്ന് പറഞ്ഞ് ഇനിയൊരു ചോദ്യം വരാത്ത വിധത്തിൽ മറ്റൊരു സന്ദർഭത്തിലും ആരെയൊക്കെ നിശബ്ദരാക്കുന്നു. ശരിക്കും എൻ്റെ അയൽക്കാരൻ ആരാണെന്ന് ഒരുവന്റെ ചോദ്യത്തിന് മറുപടി ആവട്ടെ ഒരു നീണ്ട കഥയായിരുന്നു. ഈ സ്ത്രീയെ എന്തു ചെയ്യണം, ഇവളെ എന്തു ചെയ്യണമെന്ന് ഒരു പെൺകുട്ടിയെ മുന്നിൽ നിർത്തി ചോദ്യം വരുമ്പോൾ വിരൽ കൊണ്ട് നിലത്തെഴുതിയാണ് മറുപടി. പിന്നെ നിവർന്നിട്ട് അവരോടൊരു ചോദ്യമുണ്ട്. അതോടുകൂടി എല്ലാവരും കല്ല് താഴെയിട്ട് മടങ്ങിപ്പോവുകയാണ്. അവനോട് ചോദ്യം ചോദിക്കാൻ ആരും പിന്നീട് ധൈര്യപ്പെടുന്നില്ലെന്ന് മർക്കോസ് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് 12-ാം അധ്യായത്തിൽ. അത്രത്തോളം നല്ല മറുപടി വളരെ സൂക്ഷ്മതയോടെ പറഞ്ഞ ആളാണ്. മറുപടികളെ ഇത്രമേൽ മാനിക്കുകയും എന്തിനും ഉചിതമായ മറുപടികൾ നൽകുകയും ചെയ്ത യേശു എന്തിനാണ് ആരും മറുപടി പറഞ്ഞു പോകുന്ന, എങ്ങനെയും അവനവനെ സ്വയം പ്രതിരോധിക്കേണ്ട ഒരു നിർണായക നിമിഷത്തിൽ മൗനം പാലിച്ചത്? പീലാത്തോസ് മാത്രമല്ല, യേശുവിൻ്റെ ഒരു മറുപടിക്കായി ആ കോടതി മുഴുവൻ കാതോർക്കുന്നുണ്ട്. കൽത്തളത്തിനകം മാത്രമല്ല, പുറത്ത് സർവ്വചരാചരങ്ങളും പ്രപഞ്ചം മുഴുവനും യേശുവിൻ്റെ ഒരു മറുപടിക്കായി, പ്രതികരണത്തിനായി കാതോർക്കുന്നുണ്ടായിരുന്നു. മറുപടിയാണിവിടെ തൻ്റെ പരാജയം കുറിക്കുകയെന്നും മൗനം തന്നെ പിന്നീട് വിജയിപ്പിക്കുമെന്ന് യേശു തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പറയേണ്ടത്, അതെ, മറുപടി പറയേണ്ടത് താനല്ല, പിതാവാം ദൈവമാണ് എന്ന ഉൾക്കാഴ്ചയുണ്ടായിരുന്നു യേശുവിന്. പിന്നെ മൗനം തന്നെയല്ല നല്ലത്. നിങ്ങൾ എന്ത് മിണ്ടും, എന്ത് പറയണമെന്ന് ഭാരപ്പെടണ്ട എന്ന് യേശു തന്നെ പഠിപ്പിച്ചിട്ടുണ്ട് എൻ്റെ ശിഷ്യന്മാരെ. ആ സമയത്ത് പരിശുദ്ധാത്മാവ് പറയും, പ്രവർത്തിക്കും. കുറേയൊക്കെ നമുക്ക് ദൈവത്തിന് വിട്ടുകൊടുക്കണ്ടേ? എല്ലാത്തിനെയും നമ്മൾ കയറി ഇങ്ങനെ പ്രതിരോധിക്കാൻ പോയാൽ, കുറെ കൂടി വിശദീകരിക്കാൻ പോയാൽ, വ്യാഖ്യാനിക്കാൻ പോയാൽ, ന്യായീകരിക്കാൻ പോയാൽ വേണ്ട കേട്ടോ. പ്രാർത്ഥനയോടുകൂടി ആമേൻ.